നെടുങ്കണ്ടത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അമ്മയെയും സഹോദരനെയും അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സജി പിതാവിന്റെ തിരോധാനത്തിലും പ്രതിയാണോ എന്ന സംശയം ബലപ്പെടുന്നു. 2018 കാണാതായ പിതാവ് മാത്യുവിനെ സജി തന്നെ അപായപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. 2018 മാർച്ചിലാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാകുന്നത്. അന്ന് ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയെയും സഹോദരനെയും തീർത്തും നിസ്സംഗനായി കൊന്നുതള്ളിയ സജിയുടെ രീതി കണ്ടതോടെ പിതാവിനെയും സജി വകവരുത്തിയിട്ടുണ്ടാകാം എന്ന സംശയത്തിലാണ് നാട്ടുകാരും പോലീസും. മാത്യുവിനെ അവസാനമായി കണ്ടവരെയും അന്നത്തെ സാഹചര്യങ്ങളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തന്റെ വിവാഹം മുടക്കുന്നതും സ്വത്ത് തർക്കവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സജി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സഹോദരൻ റിജി തന്റെ പിതൃത്വത്തെ ചൊല്ലി അപമാനിച്ചതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്ന് സജി മൊഴി നൽകി. ഈ വൈരാഗ്യമാണ് സഹോദരനെ ഷൂസിട്ട കാൽ കൊണ്ട് കഴുത്തിൽ ചവിട്ടി പിടിക്കാനും പിന്നീട് തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാനും പ്രേരിപ്പിച്ചത്. പിതൃത്വത്തെ അപമാനിച്ചതിന് പിന്നിലെ കഥ കണ്ടെത്താനാണ് പോലീസ് ഇനി ശ്രമിക്കുക. സഹോദരനെ കൊല്ലുന്നത് കണ്ടുനിന്ന അമ്മ മേരിക്കുട്ടിയെ സജി വെറുതെ വിട്ടില്ല. ആ വൃദ്ധയുടെ മുഖത്ത് ക്രൂരമായി ഇടിക്കുകയും പിന്നീട് കൈകളിൽ പിടിച്ച് കറക്കി ഭിത്തിയിലേക്ക് എറിയുകയുമായിരുന്നു. തലയിടിച്ച് വീണ മേരിക്കുട്ടി മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹങ്ങൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് സജി അവിടെ തന്നെ കിടന്നുറങ്ങി എന്ന വെളിപ്പെടുത്തൽ പോലീസിനെ പോലും അമ്പരപ്പിച്ചു. 2 ദിവസത്തിന് ശേഷം മൃതദേഹങ്ങൾ പറമ്പിലെ പട്ടിക്കൂടിന് സമീപം കുഴിച്ചുമൂടി. ദുർഗന്ധം വരാതിരിക്കാൻ കുമ്മായം വിതറുകയും രക്തക്കറ ലോഷൻ ഉപയോഗിച്ച് കഴുകിക്കളയുകയും ചെയ്തു. ഒന്നും അറിയാത്ത ഭാവത്തിൽ കഴിഞ്ഞ 17 ദിവസവും പ്രതി ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. നിലവിൽ റിമാൻഡിലുള്ള സജിയെ വോട്ടെണ്ണലിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലെ ദുരൂഹത നീക്കാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇയാൾ മുൻപും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്.